ടെക്നോളജി കൺസ്ട്രക്ഷനെയും ഡിസൈനെയും എത്രത്തോളം സഹായിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഒരു 28 ഇയേഴ്സായി ഞാൻ എൻ്റെ സ്കൈലൈറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ അന്ന് ഞങ്ങൾ യൂസ് ചെയ്തിരുന്ന സിസ്റ്റം എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അന്ന് സെറ്റ് സ്ക്വയർ, മിനി ഡാഫ്റ്റർ, അതുപോലെ തന്നെ പെൻസിൽ. ഞാൻ നല്ലൊരു ഫ്രീ ഹാൻഡ് ഡിസൈനറാണ്. കാരണം ആ കാലഘട്ടത്തിൽ അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിരുന്നത് ഫ്രീ ഹാൻഡ് ഡിസൈനിങ് ആണ്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ കുറച്ചുകൂടെ വളരെ ആപ്റ്റായിട്ട് അല്ലെങ്കിൽ യുണീക്കായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇന്ന് ടെക്നോളജിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടെക്നോളജി ആണെങ്കിലും നമ്മുടെ സ്കിൽ, ഒരു ആർക്കിടെക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിസൈനറുടെ സ്കില്ലാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ സ്കിൽ നമുക്കുണ്ടായത് ഇത്തരം എക്സ്പീരിയൻസിലൂടെ, ഒരുപാട് കാലത്തെ പ്രയാണം, യാത്രകളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് നമ്മൾ അത് നേരെ ആ ഡിസൈൻ നേരെ ടെക്നോളജിയിലേക്ക് കൊടുക്കുന്നു. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. കൃത്യമായി കിട്ടാൻ ഉദ്ദേശിച്ചത് ക്ലയൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവിൻസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അവർക്ക് കൂടുതൽ നോളജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ജപ്പാൻ, അമേരിക്ക, UK നടക്കുന്ന കൺസ്ട്രക്ഷൻ രീതി നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചു. അതായത് തിങ്ക് ഗ്ലോബൽ ആൻഡ് ബ്രിങ് ലോക്കൽ. അപ്പോൾ അവിടെ നടക്കുന്ന സിസ്റ്റം നമ്മൾ ഇവിടേക്ക് എത്തിക്കുന്നു. ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, ആ ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ കൺസ്ട്രക്ഷൻ വളരെ സ്പീഡായിട്ടും, സപ്പോസ് നമ്മളൊരു മുൻകാലങ്ങളിലൊക്കെ ഫൗണ്ടേഷൻ സെറ്റായിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം നമുക്ക് ഒരു പറയുകയാണെങ്കിൽ ഒരു 25,000 അല്ലെങ്കിൽ 30,000 സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ ഇന്ന് 3 months 4 months ആവശ്യം. അത് ടെക്നോളജിയാണ്, ഇത് ഡിസൈൻ. എല്ലാ സൈഡിലും നമുക്ക് ഈ ടെക്നോളജി വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇന്ന് കാലഘട്ടം വളരെ സ്പീഡിലാണ്. നമ്മളും ആ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് എനിക്ക് ഈ ടെക്നോളജി എങ്ങനെ ബാധിക്കുന്നു കൺസ്ട്രക്ഷൻ സൈഡ് എന്ന് പറയാനുള്ളത്. ഓക്കെ.